നമസ്കാരം. ഞാൻ ഡോക്ടർ അർച്ചന തമ്പി, SK ഹോസ്പിറ്റലിലെ ആയുർവേദ വിഭാഗത്തിലെ ഡോക്ടറാണ്. ഇന്ന് ഞാൻ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. കർക്കിടക മാസം വരുന്നത് വർഷ ഋതുവിലാണ്. ജൂലൈ പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയാണ് വർഷ ഋതു. വർഷ ഋതുവിന് തൊട്ട് മുൻപുള്ള ഗ്രീഷ്മ ഋതു കഠിനമായ വേനൽക്കാലമാണ്. കടുത്ത വേനലിന് ശേഷം അതിശക്തമായ മഴയോട് കൂടിയാണ് വർഷകാലം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യര് പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നു. മനുഷ്യ ശരീരത്തിലെ ത്രിദോഷങ്ങളായ വാതപിത്ത കഫം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ദുഷ്ടി സംഭവിക്കുന്നത് വാതത്തിനാണ്. വാതദുഷ്ടി സംഭവിക്കുമ്പോൾ ശരീരത്തിൽ പല ഭാഗങ്ങളിലും വേദന ഉണ്ടാകുന്നു. അസ്ഥി തേയ്മാനം, സന്ധിവേദന, തരിപ്പ്, പെരുപ്പ് തുടങ്ങിയ വാതസംബന്ധ രോഗങ്ങൾ കണ്ടുവരുന്നു. പിത്തദുഷ്ടി സംഭവിക്കുമ്പോൾ വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, പലതരം ത്വക്ക് രോഗങ്ങൾ എന്നിവ കാണാം. കഫദുഷ്ടിയിൽ ജലദോഷം, ചുമ, ശ്വാസതടസ്സം, ഫംഗൽ രോഗങ്ങൾ എന്നിവയും കണ്ടുവരുന്നു. ഇത്തരത്തിൽ ദുഷിച്ചു നിൽക്കുന്ന ദോഷങ്ങളെ പുറം തള്ളുന്നതിന് വേണ്ടി അനുയോജ്യമായ ശോധന ചികിത്സയാണ് കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടത്. ഉള്ളിലേക്ക് കഷായ, അരിഷ്ട, ആസവങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം അഭ്യംഗം, കിഴി, ധാര തുടങ്ങിയ ചികിത്സകൾ ചെയ്തതിനു ശേഷമാണ് പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നത്. പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത് 5 പ്രധാന കർമ്മങ്ങളാണ്. വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോഷം. വാതദുഷ്ടി കുറയ്ക്കുന്നതിനായി വസ്തി അല്ലെങ്കിൽ എനിമ നൽകുന്നു. പിത്തദുഷ്ടി കുറയ്ക്കുന്നതിനായി വിരേചനം അല്ലെങ്കിൽ ഉള്ളിലേക്ക് മരുന്ന് കഴിച്ച് വയറിളക്കുന്നു. കഫദുഷ്ടി കുറയ്ക്കുന്നതിനായി വമനം ഇല്ലെങ്കിൽ ഛർദി കുടിക്കുന്നു. രക്തപിത്ത ദുഷ്ടി കുറയ്ക്കുന്നതിനായി രക്തമോഷം അല്ലെങ്കിൽ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി ചെയ്യുന്നു. അതുപോലെ കണ്ടത്തിന് മുകളിലുള്ള കഫദോഷം കുറയ്ക്കുന്നതിനായി നസ്യമാണ് ചെയ്യുന്നത്. ഈ വിധത്തിൽ അനുയോജ്യമായ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നത് വഴി ശരീരത്തിലെ ദോഷങ്ങൾ സന്തുലനാവസ്ഥയിൽ എത്തുകയും ശരീരത്തിനും മനസ്സിനും ഊർജം കൈവരിക്കുന്നതിനും സഹായിക്കുന്നു.